വൈദ്യശാസ്ത്രം അവനെ വിധി എഴുതിയത് മാക്സിമം 3 മാസം ജീവിച്ചിരിക്കുന്നതാണ്. അവൻ്റെ റെക്കോർഡ്സ് ഒന്നും ഇതുവരെ ആരും വെട്ടിയിട്ടില്ല, ഇനി വെട്ടാനും പോകുന്നില്ല. 10 കോടി വർഷത്തെ ഏത് ഡേറ്റ് ചോദിച്ചാൽ ഏത് ആഴ്ചയാണെന്നുള്ള പറഞ്ഞു തരും. 2035 ദീപാവലി എന്ന് വരും, ഒക്ടോബർ മാസം 29 വരും. അടുത്ത വർഷത്തെ ആറ്റുകാൽ പൊങ്കാല എന്ന് വരും, ഫെബ്രുവരി 18. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഡേറ്റ് ഓർമ്മയുണ്ടോ? ഞായറാഴ്ചത്തെ പോട്ടെ, ഇന്നത്തെ ഡേറ്റ് പോലും അറിയാത്തവരാകും നമ്മളിൽ പലരും. ഡേറ്റും ദിവസവും ഒക്കെ അറിയാൻ കലണ്ടറോ മൊബൈൽ ഫോണോ ഇല്ലാതെ ഒരാൾക്കും കഴിയില്ല. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 10 കോടി വർഷത്തെ കലണ്ടർ മനഃപ്പാടമാക്കിയ റെക്കോർഡുകളുടെ രാജകുമാരൻ, ഒറ്റവാക്കിൽ വിസ്മയ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ പ്രശാന്തിനെയാണ്. ഞാൻ ചന്ദ്രൻ, കരമനയാണ് സ്വദേശം. എൻ്റെ മകനാണ് ഡോക്ടർ പ്രശാന്ത്. ഇപ്പോൾ 24 വയസ്സായി. ജന്മനാ തന്നെ ഒട്ടേറെ വൈകല്യത്തോടു കൂടിയുള്ള ജനനമായിരുന്നു പ്രശാന്തിൻ്റെത്. അന്ന് പ്രശാന്ത് ജനിക്കുമ്പോൾ എൻ്റെ കുടുംബം വല്ലാതെ വേദനയിലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഡോക്ടർ പറയുന്നു, കേൾവിയില്ല, സംസാരമില്ല, IQ കുറവാണ്, കാഴ്ച വൈകല്യം, അങ്ങനെ ഒട്ടനവധി പ്രശ്നത്തോടു കൂടിയാണ് പ്രശാന്തിന്റെ ജനനം. പ്രശാന്തിനെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുകളില്ല. തിരുവനന്തപുരം ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിലാണ് പ്രശാന്തിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം നടന്നത്. കാർഡിയോളജി, ന്യൂറോളജി, ഗുരുതരമായ പ്രോബ്ലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ കേൾവിയുടെ പ്രശ്നം ഉണ്ട്, സംസാരത്തിന്റെ പ്രശ്നമുണ്ട്. ഇതിന്റെ നടുവിൽ നമ്മൾ പകച്ചു നിൽക്കുകയായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും കൂടെ ചേർന്ന് നിരന്തരം നിരീക്ഷണത്തിൽ പല കോണുകളിലും ക്യാമറകൾ വച്ചും ഇവന്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ഡെയിലി വിലയിരുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ കലണ്ടറുകളിലോട്ടുള്ള ആ ഒരു താല്പര്യം പ്രശാന്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ വരാൻ പോകുന്ന 10,000 വർഷത്തിനകത്തുള്ള ഒരു ഡേറ്റ് എത്ര ദിവസം മനക്കണക്കിലൂടെ അതിവേഗം പറയും. 10 കോടി വർഷത്തെ ഏത് ഡേറ്റ് ചോദിച്ചാൽ ഏത് ആഴ്ചയാണെന്നുള്ള പറഞ്ഞു തരും. 13/12/2072. 13/12/2072. ഏത് ദിവസം? ഇവിടെ ട്യൂസ്ഡേ എന്നാണ്. അതൊന്ന് കൺഫേം ചെയ്ത് കാണിച്ചോട്. കറക്റ്റ് ട്യൂസ്ഡേ. പ്രശാന്തേ, അടുത്ത ഡേറ്റ് ചോദിക്കാണ്, എഴുതിട്ടാ. ആ പറഞ്ഞോളൂ. 8,88,888. സൺഡേ. ഇപ്പൊ തന്നെ പ്രശാന്തിന് പറവറ പറയാൻ പറ്റും. അടുത്ത വർഷത്തെ ഓണം എന്ന് 8-ാം തീയതി, സെപ്റ്റംബർ 8-ാം തീയതിയാണ് അടുത്ത വർഷത്തെ ഓണം. അങ്ങനെ 500 വർഷത്തെ ഓണം ചോദിച്ചാലും സീരിയലായിട്ട് വരിയാ പറഞ്ഞു തരും. 2028 ഓണം എന്ന് വരും. 2028 ഡിസംബർ മാസം 1-ാം തീയതിയാണ്, സെപ്റ്റംബർ 1-ാം തീയതിയാണ് 2028 വരണത്. 2035 ദീപാവലി എന്ന് വരും, ഒക്ടോബർ മാസം 29 വരും. അടുത്ത വർഷത്തെ ആറ്റുകാൽ പൊങ്കാല എന്ന് വരും, ഫെബ്രുവരി 18. പിന്നെ മണ്ഡലപൂജ എന്ന് വരും അടുത്ത വർഷത്തെ ഡിസംബർ 26. അങ്ങനെ എല്ലാ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രശാന്ത് പ്രവചിച്ചു തരും. പിന്നെ ഒരു അസ്ട്രോളജിസ്റ്റിന് അറിയാത്ത രീതിയിൽ അവർ പോലും കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയേ അവരൊരു ഡേറ്റ് ദിവസമോ പറയാറുള്ളൂ. ആരും മനഃപ്പാടമായിട്ട് പറയാറില്ല. പ്രശാന്തിന് ഏതൊരു കമ്പ്യൂട്ടറിൻ്റെയോ വേറെ യന്ത്രസഹായത്തിൻ്റെ ആവശ്യമില്ല. പ്രശാന്ത് കൃത്യമായിട്ട് ഏത് ഡേറ്റ് ചോദിച്ചാലും 500 വർഷത്ത് കഴിഞ്ഞ് വരണ ഓണം പറഞ്ഞു തരും, 1000 വർഷം കഴിഞ്ഞ് വരണത് പറഞ്ഞു തരും, 10,000 വർഷം കഴിഞ്ഞ് വരണത് പറഞ്ഞു തരും. അതുകൊണ്ട് പ്രശാന്തിന് അതിൻ്റെ അകത്തുനിന്ന് ഏതൊരു വ്യത്യാസവും ഇല്ലാതെ അവർ പറഞ്ഞു തരും. പ്രശാന്ത് 10 കോടി വർഷം കലണ്ടർ മനഃപ്പാടമാക്കിയത് ഞങ്ങൾ ഇവൻ്റായിട്ട് തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്.
ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇവന്റായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. ഏകദേശം 500-ഓളം ആൾക്കാർ പങ്കെടുത്തു. അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്നു അതിന്റെ ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഞങ്ങൾ ഇവിടെ ഇവന്റായിട്ട് നടത്തി, വലിയ ഹോട്ടലിൽ നടത്തിയായിരുന്നു. അതും വി.എസ്. അച്യുതാനന്ദനാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ പല റെക്കോർഡുകളും ഞങ്ങൾ മത്സരിച്ച് നേടിയെടുത്ത വേൾഡ് റെക്കോർഡുകളാണ്. ഇപ്പൊ പുതിയതായിട്ട് ഇന്നത്തെ ദിവസത്തിൽ നിന്നും വരാൻ പോകുന്ന ഒരു 10,000 വർഷത്തിനകത്തുള്ള ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ, ഇന്നത്തെ ദിവസത്തിൽ നിന്നും അന്നത്തെ ദിവസം വരെ എത്ര ദിവസം ഉണ്ടെന്ന് മനക്കണക്കിൽ കൂടെ പറയും. മക്കളെ പറഞ്ഞുതരും, നിങ്ങൾ പറഞ്ഞുതരും. 5 12 950 ഇട്. കിടക്കട്ട് 0 കിടക്കട്ട്. 950 എത്ര ദിവസം? നോക്കണമല്ലോ. കറക്റ്റാ? ഓ, അത് ഭയങ്കര സംഭവം തന്നെ. എൻ്റെ വീട്ടിലൊരു കുഞ്ഞു കീബോർഡ് ഉണ്ട്. കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞ്, 20 രൂപയാണ് അതിൻ്റെ വില. ആ ഒരു കീബോർഡിൽ പ്രശാന്ത് എടുത്ത് വെച്ച് പാട്ട് വായിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് ഞാൻ സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ അവിടെ കീബോർഡിൽ പാട്ട് വായിക്കുന്നതായിട്ട് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ഒരു കീബോർഡ് വാങ്ങിച്ചു കൊടുത്തു. പ്രശാന്തിന് ഒരു സാറിനെയും ഇടപാട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഒരു 100ഓളം പാട്ടുകൾ കീബോർഡിലൂടെ നല്ല രീതിയിൽ വായിക്കും. പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട്. പ്രശാന്തിന് അന്തരീക്ഷത്തിലെ താപനില ശരീര ഊഷ്മാവിലൂടെ പറയാൻ സാധിക്കും. ഓരോ മുറിയിലും ഉള്ള താപനില വ്യത്യാസം. ഇപ്പോൾ 30 ഡിഗ്രിയാണ്, ഇപ്പുറത്ത് വന്നാൽ 32 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ 31 ഡിഗ്രി ആണെന്നുള്ള, പുറത്ത് എവിടെ പോയിരുന്നാലും അന്തരീക്ഷത്തിലെ താപനില കയ്യിൽ തട്ടി കഴിഞ്ഞാൽ ഉടനെ പറയാനുള്ള ഒരു വ്യത്യസ്ത കഴിവ് പ്രശാന്തിനുണ്ട്. പ്രശാന്ത് ഇപ്പൊ ഈ മുറിയിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ട്? 30 ഡിഗ്രി ടെമ്പറേച്ചറാണ് പറയുന്നത്. പ്രശാന്ത് കുഞ്ഞുകാലം മുതലേ ഫസിൽസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ABCDയോ അല്ലെങ്കിൽ I എന്നുള്ള ഫസിൽസ് നമ്മൾ കൊടുക്കുന്നു. അത് ഡെയിലി 2 പാക്കറ്റ് 3 പാക്കറ്റ് നമ്മൾ ഏകദേശം ഒരു 18 വയസ്സ് വരെ നമ്മളത് വാങ്ങിച്ചു കൊടുത്തു. ഇപ്പോഴും കൊടുക്കാൻ തന്നെ ഫസിൽസ് വെച്ചാണ് ഓരോ വാക്കുകളും പ്രശാന്ത് ഫ്രെയിം ചെയ്യുന്നത്. അങ്ങനെയാണ് കുറച്ച് ഇംഗ്ലീഷൊക്കെ മനസ്സിലാക്കിയത്. ആ ഇംഗ്ലീഷ് മനസ്സിലാക്കിയതിൻ്റെ ബേസിലാണ് അവൻ സ്വന്തമായിട്ട് മൊബൈൽ നെറ്റ് ഓൺ ചെയ്ത് അവന് ഇഷ്ടമുള്ള സൈറ്റുകളിൽ പോകാറുണ്ട്. അവന് ഇഷ്ടമുള്ള ആപ്പുകൾ ലോഡ് ചെയ്യാറുണ്ട്. ആ ആപ്പ് വഴിയെല്ലാം പഠനങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈദ്യശാസ്ത്രം അവനെ വിധി എഴുതിയത് മാക്സിമം 3 മാസം ജീവിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ 24 വയസ്സായി. ഇന്നും മരുന്നുകളൊന്നുമില്ല. പ്രോബ്ലങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ അതൊന്നും പരിഹരിക്കാൻ പറ്റാത്ത പ്രോബ്ലങ്ങളാണ്. ഇപ്പോൾ 24 വയസ്സായി. 10 കോടി വർഷത്തെ കലണ്ടർ മനഃപ്പാടമാക്കി. വിവിധ റെക്കോർഡുകൾ, ഏകദേശം 30-ലധികം നാഷണൽ റെക്കോർഡും 20-ലധികം വേൾഡ് റെക്കോർഡും 3 നാഷണൽ അവാർഡും ഒരു ഡോക്ടറേറ്റും സ്വീകരിച്ച് ആണ് പ്രശാന്ത്. അവൻ്റെ റെക്കോർഡ്സ് ഒന്നും ഇതുവരെ ആരും വെട്ടിയിട്ടില്ല, ഇനി വെട്ടാനും പോകുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളെ കുറിച്ച് ഞങ്ങൾ ചികഞ്ഞ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടികൾ വളരെ കുറവാണ്, വിരളമായിട്ടുള്ളവരേ ഉള്ളൂ. അവൻ്റെ കാറ്റഗറിയിൽപ്പെട്ടവർ ആരുമില്ല. വേൾഡ് റെക്കോർഡ്സ് യൂണിവേഴ്സിറ്റി എന്നാണ്, ലണ്ടനാണ് അവരെ ആസ്ഥാനം. അവിടെ നിന്നാണ് പുള്ളി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇത്രയും അവാർഡുകളെല്ലാം കിട്ടുമ്പോഴും ഇപ്പോഴും ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ള, ഇവിടെ സംസ്ഥാനത്തിനകത്ത് ഭിന്നശേഷി അവാർഡുകൾ എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. പക്ഷേ അതിൽ പകുതിയിലധികവും ഭിന്നശേഷിക്കാരല്ല വാങ്ങുന്നത്. വലിയ വലിയ കോളേജുകളും വലിയ വലിയ അധ്യാപകരും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നവരും ഇങ്ങനെയൊക്കെയുള്ള നോർമലായിട്ടുള്ള ആൾക്കാരാണ് ഭിന്നശേഷി അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നത്. പക്ഷേ ഇതുപോലെ പഠിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് ഈ സംസ്ഥാനത്തിനകത്ത് കഴിഞ്ഞ വർഷം വരെ അവാർഡുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ വർഷം ക്രിയേറ്റിവിറ്റി ഒരു അവാർഡും റോൾ മോഡൽ അവാർഡും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്, നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഇനി അത് ആർക്കൊക്കെയാണ് വരും തലമുറയ്ക്ക് എങ്ങനെ കിട്ടാൻ പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഈ 3 നാഷണൽ അവാർഡ് കിട്ടിയ പ്രശാന്തിന് സംസ്ഥാന ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു തൊഴിലെന്നുള്ള പദവി കൊടുക്കാം. പക്ഷേ നാഷണൽ അവാർഡുകൾക്ക് തൊഴിലുണ്ട്. സ്പോർട്സിലായിരുന്നാലും എല്ലാ കാര്യത്തിലും നാഷണൽ അവാർഡ് കിട്ടിയവർക്ക് തൊഴിലുണ്ട്. കൂടുതലും നാഷണൽ അവാർഡ് വാങ്ങിക്കുന്നവരൊക്കെ തൊഴിലുള്ളവരാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് പ്രശാന്തിന് വേറെ തൊഴിലൊന്നുമില്ല, വേണമെങ്കിൽ കൊടുക്കാം.
അത്രേ ഉള്ളൂ. പ്രശാന്തും പ്രശാന്തിൻ്റെ അത്ഭുതങ്ങളും ലോകത്തെ അറിയിക്കാനായി ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഇതുപോലെയുള്ള പുതുപുത്തൻ വീഡിയോകൾക്കായി B+ മീഡിയയുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ മറക്കല്ലേ.